SFIയിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും നല്ലൊരു കൈയടി കൊടുത്തേ. നമ്മളിപ്പോൾ മല്ലപ്പള്ളി സെൻറ് മേരിയസ് സ്കൂളിലാണ്. ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണ്, കുട്ടികളുടെ പ്രവേശന ഉത്സവം. അതിനൊപ്പം ഈ കൊച്ചു കുട്ടികൾക്ക് സ്കൂൾ ബാഗുകൾ SFI ആണ് വിതരണം ചെയ്തത്. ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് കുട്ടികളൊക്കെ സ്കൂൾ ബാഗ് കിട്ടി നിൽക്കുകയാണ്. മോനെ ഹാപ്പിയാണോ? പേരെന്താ മോൻ്റെ? അടിപൊളി ബാഗാണോ കിട്ടിയേ? സൂപ്പറാണോ? ആണോ? ആൽബിന് ബാഗ് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സിനിമ നടൻ കൂടിയായിരുന്ന പ്രശാന്ത് ഏട്ടനാണ്. പ്രശാന്ത് ഏട്ടാ, നമ്മുടെ നാട്ടിൽ SFI വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇവിടുത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ബാഗ് കൊടുത്തിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ SFIയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ മാതൃകാപരമായ ഒരു കാര്യം കൂടിയാണ്. ഞാൻ മുമ്പേ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ അവരൊക്കെ ഈ സ്കൂളിൽ പഠിച്ചു പോയവരും പിന്നെ സമീപ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുമായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. അവർ SFIയുടെ കീഴിൽ അണിനിരക്കുമ്പോൾ അവർ പഠിച്ചു വന്ന കാലഘട്ടത്തിൽ അവരെങ്ങനെയാണോ സ്വീകരിക്കപ്പെട്ടത് ഒരു സമൂഹത്തിന് മുമ്പിൽ, ഒരു സ്കൂളിൻ്റെ മുമ്പിൽ, അവരുടെ ചേട്ടന്മാർ അവരെ എങ്ങനെയാണോ സ്വീകരിച്ചത്, അതുപോലെ അവർ തിരിച്ച് അവരുടെ അനുജന്മാരെയും അനുജിത്തുമാരെയും സ്വീകരിക്കാൻ അവർ കാണിക്കുന്ന ഒരു മിടുക്ക്. നമ്മളിപ്പോൾ പറയും ഇന്നത്തെ തലമുറ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരാണ്, അവർക്ക് യാതൊരു തരത്തിലുമുള്ള കമ്മിറ്റ്മെൻറ്റോ സ്നേഹമോ അല്ലെങ്കിൽ കരുതലോ മറ്റുള്ളവരോട് ഇല്ലാത്തവരാണ്, എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുന്നവരാണ്, മൊബൈലിലാണ് എല്ലാവരുടെയും ജീവിതം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ SFIക്കാർ അതിൽ നിന്ന് വ്യത്യസ്തരാവുകയാണ്. അത് പൊതുവെ SFIക്കാർ അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും ഒരു SFIക്കാരനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അവർ ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഏറെ മാതൃകാപരമായ കുഞ്ഞനുജന്മാരെയും കുഞ്ഞനുജത്തിമാരെയും സ്കൂൾ ബാഗുകൾ നൽകി സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏറെ സന്തോഷം. അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നേതൃത്വം മാനേജർ അച്ഛനോട് ചോദിച്ചു വെച്ചാൽ SFI വിദ്യാർത്ഥികൾ എത്തിയ ഒരു വലിയ മെസ്സേജ് അല്ലേ നമുക്ക് പൊതുസമൂഹത്തിൽ നൽകുന്നത്? തീർച്ചയായിട്ടും വലിയൊരു മെസ്സേജാണ്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ യുവജനങ്ങൾ അവർ സാമൂഹികമായിട്ടൊക്കെ മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോഴും മൊബൈലിൽ നിൽക്കുന്നു പറയുമ്പോഴും ഒക്കെ ഇത്ര കാര്യങ്ങൾ ചെയ്തപ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയാണ്. പ്രത്യേകിച്ച് ഈ സ്കൂളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 97 വർഷത്തെ പാരമ്പര്യമുണ്ട്. 3 ജനറേഷനുകൾ പഠിച്ചിറങ്ങിയ സ്കൂള് ഈ ആനിക്കാടിലെ ഏക എയ്ഡഡ് സ്കൂളാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ വിദ്യാലയത്തിൽ ഇവിടെ വന്നു ഞങ്ങളെ ഓർക്കുന്നു, ശ്രദ്ധിക്കുന്നുള്ള കാര്യം സന്തോഷമാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാകട്ടെ. അപ്പോൾ ഒരു മാതൃകയാകാം, ഞങ്ങളുടെ കുട്ടികൾക്ക് മാതൃകയാകുകയാണ്. ഇവരും വളർന്നു വരുമ്പോൾ ഇതുപോലെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ ഓർക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഒരു പ്രവൃത്തിയോടെ നൽകുന്നതുകൊണ്ട് നല്ല കാര്യമാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഇവർക്ക് നേരുകയും ചെയ്യും. ചോദിച്ചു നമുക്ക് അവസാനിപ്പിക്കാം. അവരോട് ചോദിക്കണ്ടോ? ആൽവിൻ, ജെയ്സൺ വലിയ സന്തോഷമാണ് ആളുകൾ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ പ്രവർത്തനത്തെ പറ്റി. എന്താണ് ഇപ്പോൾ ഇന്നത്തെ 2ാമത്തെ സ്കൂളാണോ ഇന്നത്തെ ദിവസം തന്നെ അല്ലേ? അതെ. SFIയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. ഇപ്പോൾ തന്നെ നമ്മൾ ജില്ലയ്ക്കകത്ത് പല സ്ഥലങ്ങളിലായിട്ട് വടൂരായിക്കോട്ടെ, കോഴഞ്ചേരി ആയിക്കോട്ടെ, പന്തളമായിക്കോട്ടെ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സ്കൂളുകൾ ഇതുപോലെ ഏറ്റെടുക്കുന്നുണ്ട്. നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ അല്ലെങ്കിൽ ഊരുകളിൽ SFI എന്നൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ സംസ്ഥാനത്തിനകത്ത് തന്നെ പല സ്കൂളുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗവിയിൽ ആദിവാസി ഊരുകളിലേക്ക് ഇറങ്ങി ചെന്ന് SFI പഠനോപകരണം നടത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രചരണം ഉൾക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നതിൽ തീർച്ചയായിട്ടും SFI വരും കാലങ്ങളിൽ ഇതിലും മികച്ചതായിട്ടുള്ള ക്യാമ്പയിനുകൾ ഇനി ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് നടത്താനായി SFI മുമ്പോട്ട് അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ടോട്ടെ. അപ്പോൾ കുട്ടികളൊക്കെ വലിയ ഹാപ്പിയാണോ? വിദ്യാർത്ഥികളുടെ ഈ സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ക്യാമറമാൻ അഖിലേഷ് കൊടുമോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.